ശരി ലെവിൻ, ഇപ്പോ മരണപ്പെട്ട ബിന്ദുവിന്റെ ഭർത്താവിന്റെ പ്രതികരണമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ട ബിന്ദു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാവണം. ഇല്ല, ആരും വിളിച്ചില്ല. ഇല്ലില്ല. എൻ്റെ അടുത്ത് ഭാസ്മ സാറൊക്കെ അവിടെ വന്നു. എൻ്റെ അടുത്ത് എന്നെ അറിയത്തില്ല. എല്ലാവരും ചോദിച്ചു പറഞ്ഞ് വരണ്ടായോ, ഇന്ന ആളെ ഭർത്താവ് അവിടെ ഉണ്ടല്ലോ, അവിടെ ചോദിച്ചാൽ മതി. ഞാൻ അവിടെ 3-4 ദിവസം കൊണ്ട് ഞാനുണ്ട് അവിടെ. അപ്പോൾ ഞാനുണ്ടെന്ന് അവിടെ ഉള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം എന്നെ ഒന്ന് കാണണ്ടായോ? എന്നെ കണ്ടില്ല. ഞാൻ എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയില്ല. അറിഞ്ഞപ്പം തന്നെ ഈ ജീവൻ എൻ്റെ തടിയിൽ നിന്ന് പോയത്. ഞാൻ അപ്പോഴും വിചാരിക്കും ഞാൻ പോയാൽ മതിയായിരുന്നു, ഇവള് പോരുത്. എന്നെ അന്വേഷിച്ചില്ല. അവരവരെ കാര്യം കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ ഈ ചാനൽ അതങ്ങ് പോവുമായിരുന്നു. ഒന്നും പറഞ്ഞില്ല. മന്ത്രിമാര് വാസവ സാറേ ഉള്ളായിരുന്നു, മറ്റൊരു വകുപ്പ് മന്ത്രി ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ കണ്ടില്ല. ഒന്നും ചെയ്തില്ല. ജില്ലാ കളക്ടർ ഒന്നുമില്ല. ഇല്ല, ആരും വിളിച്ചു. സർക്കാർ തലത്തിൽ ഒന്ന് രേഖാമൂലം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ ആരാണ് നടത്തിയത്? അവിടുന്ന് ബോഡി നമ്മുടെ സ്വന്തം നിലയിലാണ് ഇതെല്ലാം ചെയ്തത്. ആ നില അത് എനിക്കൊന്ന് അവര് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ പോസ്റ്റ്മോർട്ടം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതാണ് അന്ന് എനിക്ക് തോന്നുന്നു. നവനീത് എങ്ങനെ അവിടെ എത്തിയത്? നവനീത് ഇവിടെ ഒരു ചെറിയ ജോലി നിൽക്കുക. അവന് പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എടപ്പള്ളി എന്ന് പറഞ്ഞിടത്ത് ഒരു ചെറിയ ജോലി നിൽക്കുകയായിരുന്നു. ഞാൻ വിളിക്കുകയായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യ കാണാനില്ലടാന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടുന്ന് വരുമായിരുന്നു. ഞാൻ അപ്പോഴും വരെ അറിഞ്ഞില്ല. ഞാൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ അടുത്താണ് നവനീത് ജോലി കയറിയത്? ഈ അടുത്ത ഒരു മാസമായി. ഇപ്പം എന്നെ വിളിച്ച് 1 മാസം ശമ്പളം ഞാൻ മേടിച്ച് ഞാൻ അമ്മയുടെ കൊണ്ടു കൊടുക്കണം. അമ്മയുടെ കൊന്ന് ആദ്യം അമ്മയുടെ ആ ശമ്പളം കൊണ്ടു കൊടുക്കണം. എന്നെ വേണ്ട. അവിടെ എന്തെങ്കിലും ബോർഡ് എന്തെങ്കിലും വെച്ചിരുന്നോ ഉപയോഗിക്കാൻ പാടില്ലാത്ത? ഒന്നുമില്ലെന്നേ. അവിടെ അവർ ഉപയോഗിച്ചോണ്ടിരുന്നേ. ഞാനുണ്ടല്ലോ 4 ദിവസം കൊണ്ട് ഞാനുണ്ട്. എന്റെ കാര്യം പോട്ട് ഞാൻ വേറെയൊക്കെ പറയാന്ന് പറഞ്ഞു. അവിടെ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞല്ലോ, ഇന്നലെ ചാനലുകാരെടുത്ത് പറഞ്ഞല്ലോ, ഞങ്ങൾ എത്ര ദിവസം കൊണ്ട് ഇവിടെ കിടക്കുക, നനച്ച് കുളിക്കുന്ന ഒരു ബാത്റൂമാണ്. അത് കൊള്ളാത്തൊക്കെ ഇപ്പം അടുത്ത സമയത്തൊക്കെ ടൈൽ ഉപയോഗിച്ച് ഒട്ടിച്ച് വൃത്തിയാക്കി എടുത്തത്. അത് പഴയ കാലഘട്ടത്തിലും കണ്ടിട്ട് 2 തൂണിനകത്ത് നിർത്തിയിരുന്ന സാധനം ഇത്. മറ്റേ കെട്ടിടത്തിന് കുഴപ്പമില്ല, കെട്ടിടം വേറെ കോളത്തിലൊക്കെ നിൽക്കുക. പക്ഷെ ഇത് 2 ചുടുകട്ടയ്ക്കകത്ത് കണ്ട് ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? ഇടിഞ്ഞു പോകത്തില്ലയോ എന്നൊക്കെ ഇവർക്ക് അറിയത്തില്ലയോ? ആൾക്കാരെ ജീവൻ പോകത്തില്ലേ? ഞാൻ ഉപയോഗിച്ചില്ലല്ലോ. ഞാൻ പുറത്ത് നിൽക്കല്ലേ, എനിക്കവിടെ പ്രവേശനമില്ല. അത് സ്ത്രീകൾക്ക് വാർഡാ. അപ്പൊ അവര് എന്റെ കുഞ്ഞിനെയും ഞാൻ ചെല്ലുമ്പം ഞാൻ കൃത്യം 6 മണിക്ക് ഈ വാർഡിൽ ചെല്ലും. ഞാൻ തൊട്ടടുത്തല്ലേ കിടക്കുന്നത്, ഇതിനുള്ള ദൂരേ ഉള്ളൂ. ഞാൻ സിസ്റ്റർ അടുത്ത് ചോദിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് അവളെ വരുത്തുന്നു. ഞാൻ പറഞ്ഞു കാപ്പിക്ക് മേടിക്കട്ടോ എന്ന് ചോദിക്കും ബിന്ദുവിൻ്റെ അടുത്ത്. അന്നേ അണ്ണം പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി ഔട്ട് സൈഡിൽ നിന്ന് പോയി കാപ്പിക്ക് മേടിച്ചുകൊണ്ട്. അപ്പം ഞാൻ ചെല്ലുന്ന ദിവസം ഒന്ന് വൃത്തിയായിട്ട് കുളിച്ച് നല്ല കുട്ടപ്പിയായിട്ട് ഇരിപ്പുണ്ട് അവള്. രാവിലെ പോയി കുളിക്കും. അവിടെ രാവിലെ തൂത്തുവായിരുന്നുകൊണ്ട് രാവിലെ എണീക്കണം. അപ്പം രാവിലെ ബാത്റൂമിൽ പോയി കുളിച്ച് നല്ല പൊട്ടൊക്കെ തൊട്ട് ആളുകൾ ഇരിക്കുക അവിടെ, കൊച്ചിൻ്റെ അടുത്ത് ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തു പോയി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവിടെ വെച്ച് അന്നൊന്നും കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഈ റൗണ്ടിന് വന്ന് ഈ ബ്ലഡ് എടുക്കണമെന്നും പറഞ്ഞ് ഇതൊക്കെ തന്നെ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ എൻ്റെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പൊയ്ക്കോ, ഞാൻ ഇതൊക്കെ എടുത്ത് വയ്യ അതിന്. അങ്ങനെ അപ്പോഴാണ് ഇത് എടുക്കാൻ പോയ സമയത്താണ് ഇടിയുന്നത്. അതാ ഞാനും ഇവിടെ ഇല്ലായിരുന്നു. കൊച്ചു പിടിച്ച് പറയുക. അപ്പം അതേണ്ട കെട്ടിടം എല്ലാം ഇടിഞ്ഞു വരുന്നു, അമ്മയെ കാണാനിരുന്നു. അവിടെ അങ്ങനെയാണ് ഈ സംഗതി നടക്കുന്നത്. അതൊരു 10 മണി കഴിഞ്ഞത്. എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ ആ ടെൻഷൻ്റെ സമയമൊന്നും നോക്കിയില്ല. തീർച്ചയായും കൊച്ച് അമ്മ മുഖം കഴുകാൻ പോയെന്നാ പറഞ്ഞത്. ഇവക്ക് കൊടുത്തിട്ട് ബാത്റൂം തൊട്ടടുത്താന്നല്ലോ പറഞ്ഞിട്ടാ. എന്ത് കാര്യങ്ങളും കൊച്ചിൻ്റെ അടുത്ത് പറയാതെ അവള് പോകത്തില്ല. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരക്കി വരികയായിരുന്നു. ഇവരെ കാണുന്നില്ലെന്നും പറഞ്ഞ് മെഡിക്കൽ കോളേജ് ഓടി വരിക. ഈ കൊച്ചിത് പറഞ്ഞല്ലോ ഇടിഞ്ഞു വീണ് അമ്മയെ കാണാനില്ല. ഞാൻ ഓടി വന്നപ്പം ഇവിടെ ബഹളമായി. ബാറിൽ കിടക്കുന്നവരെയൊക്കെ എടുത്തോണ്ട് ഓടി. ഇവർ പറയുന്ന ഉപയോഗശൂന്യമായ ബാറിൽ കിടക്കുന്ന ആൾക്കാരെ എടുത്തോണ്ട് ഓടുക. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത്, അപ്പോൾ എനിക്ക് പരിചയമുള്ള 2-3 പേരുണ്ട് അവിടെ കിടന്നേ. അവരുടെ അടുത്ത് ചോദിച്ചു, എൻ്റെ മോളെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കാണുമായിരുന്നു. അന്നേരം കൊച്ചു പറഞ്ഞ് അമ്മയെ കാണാനില്ല. അന്ന് വരെ ഞാൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞിരിക്കുക. ഈ സമയത്ത് ഓടിയ കൂട്ടത്തിൽ എൻ്റെ കൊച്ചും ബിന്ദുവും പോയെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അത് ഇതിൻ്റെ അടിയിലാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. കെട്ടിടത്തിൻ്റെ അടിയിൽ അവർ പിന്നെ പൊക്കി എടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. അവർ പറയുന്നത് കാഷ്വാലിറ്റി പോയി നോക്കാൻ പറഞ്ഞു. അവിടെ ഇവിടുന്ന് ഓടിച്ചു വിട്ട ഇവിടുന്ന് കൊണ്ടുപോയ ആൾക്കാരെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കാഷ്വാലിറ്റിയിൽ. ആ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയെല്ലാം ഞാൻ പോയി നോക്കി.
ആ ആശുപത്രി മുഴുവൻ തിരഞ്ഞല്ലേ? ഞാൻ അവിടെ ഓടി നടക്കുമായിരുന്നു. എന്നെ വിട്ട ആൾക്കാർക്ക് അറിയത്തുമില്ല. ഞാനങ്ങ് വന്നെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് എന്നെ അറിയത്തില്ല. ഞാൻ പോലീസുകാർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നൊക്കെയാണ് ചോദിച്ചാൽ അങ്ങനെയാണ് എന്നെ അറിയുന്നത്. ബിന്ദുവിൻ്റെ ഭർത്താവാണ്. എനിക്കറിയത്തില്ല. മിസ്സിങ് ആണെന്നും പറഞ്ഞ് ഞാൻ അപ്പോഴും ഇരിക്കുന്നത്. ഓടിപ്പോയ കൂട്ടത്തിൽ ബിന്ദു ഓടി. പക്ഷേ അങ്ങനെ ഓടിപ്പോകത്തില്ല. എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ടേ അവൾ ഓടത്തുള്ളൂ. എൻ്റെ കുഞ്ഞിനെ അവിടെ എടുത്തോണ്ടേ അവൾ ഓടത്തുള്ളൂ. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അവൾ ഒറ്റയ്ക്ക് ഓടിപ്പോകത്തില്ല. തീർച്ചയായും ചിലപ്പം ജീവൻ രക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്നേരം അവർ ഒന്നുമില്ലെന്നും പറഞ്ഞ് നിൽക്കുക അതിൻ്റെ അടിയിൽ. ആരും പോയിട്ടില്ലെന്ന്. തീർച്ചയായും അത് തന്നെ. അങ്ങനെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റില്ലാന്ന് വരുത്തണമല്ലോ. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു.